ഓർമ്മയില്ലേ അധികാരത്തിൽ വന്നാൽ എവിടെയോ ഒഴുക്കിക്കളിയെന്ന് പറഞ്ഞിരുന്നില്ലേ? എവിടെ പോയി നാക്ക്? ഓർമ്മയില്ലേ അധികാരത്തിൽ വന്നാൽ എവിടെയോ ഒഴുക്കിക്കളിയെന്ന് പറഞ്ഞിരുന്നില്ലേ? എവിടെ പോയി നാക്ക്? പ്രതിപക്ഷ നേതാവ് സഖാവ് പിണറായി വിജയൻ്റെ ഇന്നലെ നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങൾ കേട്ടുനോക്കി. മൂപ്പര് പറഞ്ഞോട്ട് കാര്യങ്ങളുണ്ട് കേട്ടോ, കാര്യങ്ങളില്ല എന്നില്ല, കാര്യങ്ങളുണ്ട്. ഭരണപക്ഷത്തിന് കുറുക്കി കൊള്ളുന്ന കാര്യങ്ങൾ തന്നെ മൂപ്പര് പറഞ്ഞിട്ടുള്ളത്. കേട്ടുനോക്കി. ഓർമ്മയില്ലേ അധികാരത്തിൽ വന്നാൽ എവിടെയോ ഒഴുക്കിക്കളിയെന്ന് പറഞ്ഞിരുന്നില്ലേ? എവിടെ പോയി നാക്ക്? എന്തേ ഇപ്പൊ അതിനെക്കുറിച്ച് പറയാത്തത്? എന്തെല്ലാം വീരവാദങ്ങളായിരുന്നു മുഴക്കിയിരുന്നത്? സർ, ഇവിടെ ഒരു മാസത്തിനുള്ളിൽ മുൻ നിലപാടുകളാകെ മാറുകയാണ്. മാത്രമല്ല, ഒരു തരത്തിലുള്ള ആ പദ്ധതിയുടെ വക്താക്കളായി മാറുന്നതാണ് കാണുന്നത്. സർ, ഇവിടെ എന്താണ് ഇത്തരമൊരു നിലപാട് മാറുന്നതിനുണ്ടായ കാരണം? അതിൻ്റെ ജാള്യത വലിയ തോതിൽ അപ്പുറം ബാധിക്കുന്നുണ്ട്. എന്തോ ഇടക്ക് പറഞ്ഞല്ലോ, നേരെ പറയലാണല്ലോ നമ്മൾ തമ്മിലുള്ളൊരു ശീലം. വെറുതെ ഇരുന്നിടത്ത് നിന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് കാര്യമല്ലോ കേട്ടോ. അങ്ങ് പ്രൊസീഡ് ചെയ്തോളൂ പ്ലീസ്. ഞാൻ പ്രൊസീഡ് ചെയ്യാണ് സാർ. ഞാൻ അങ്ങേ അനുസരിച്ചുകൊണ്ട് പ്രൊസീഡ് ചെയ്യുകയാണല്ലോ ഞാൻ. സാർ, ഇവിടെ ബഹുമാനായ മന്ത്രി നല്ലതുപോലെ ശ്രമിച്ചത്, ഞങ്ങളിപ്പോൾ വിഷമത്തിലായത് മുൻ സർക്കാർ ഒരു ധാരണാപത്രം ഒപ്പിട്ടു, അതുകൊണ്ട് വേറെ യാതൊരു വഴിയുമില്ല, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോക്ക് മാത്രമേ ഞങ്ങളുടെ മുന്നിൽ വഴിയുള്ളൂ. ഇതാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. സർ, ഈ പറയുന്ന ധാരണാപത്രം 2025 ഒക്ടോബർ മാസം മുതൽ 8 മാസം പിന്നിട്ടിരിക്കുന്നു ഒപ്പിട്ടിട്ട്. ഇതേവരെ നമ്മുടെ സംസ്ഥാനത്ത് ഈ പറയുന്ന പദ്ധതി നടപ്പായിട്ടില്ല. അതൊരു വസ്തുതയാണല്ലോ. ഇത് നടപ്പാക്കിയിട്ടില്ല എന്നത് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയ കാര്യമാണല്ലോ. കേരളത്തിലെ PMC നടപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലല്ലോ പറഞ്ഞത്, നടപ്പാക്കിയിട്ടില്ല എന്ന് തന്നെയാണല്ലോ കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ